ബയോളജി ഇല്ലാതെ സാറ് കുറച്ച് സൈക്കോളജിയും കുറച്ച് ബ്രെയിനും ഒക്കെ സൈക്കോളജിക്കൽ പഠനം എടുക്കാം. കൺട്രോൾ എല്ലാം ബയോളജി അല്ല, സൈക്കോളജി കൂടി ഉണ്ട്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ APA ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്റെ പേരിലെന്നറിയോ? ഈ ഇത്തരത്തിലുള്ള ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ സെക്ഷലൈസ് ചെയ്യുന്നു എന്നുള്ള പേരിൽ മാത്രം. എന്നിട്ട് അവർ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ കുട്ടികളെ സെക്ഷലൈസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നു. എന്തിന്റെ പേരിൽ? സൊസൈറ്റിയിൽ ഈ ഫാഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ചിന്തകൾ വ്യാപകമായതിന്റെ പേരിൽ ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് ഫിറ്റ് ഇൻ ആവുന്നില്ലല്ലോ എന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൽഫ് എസ്റ്റീമും അതേപോലെ തന്നെ ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയും യൂറോപ്പിൽ വ്യാപകമായിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് സൈക്കോളജിയാണ്, ബയോളജി മാത്രമല്ല സൈക്കോളജി. പറഞ്ഞു മെഡിക്കൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടല്ലോ. ഒരു വളരെ കൃത്യമായി ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യം സൊസൈറ്റിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എല്ലാവരും ആ രൂപത്തിലല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് കൺട്രോൾ ചെയ്യണം. സ്ത്രീകൾ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആണുങ്ങൾക്ക് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പക്ഷേ ഇത് ഉട്ടോപ്യൻ സൊസൈറ്റി അല്ല. ഇവിടെ ഗോവിന്ദസ്വാമിമാരുണ്ട്, പലതരം ചിന്താഗതിക്കാരുണ്ട്, ഞരമ്പ് രോഗികളുണ്ട്. അവർ ഉള്ള സൊസൈറ്റിയിൽ കൃത്യമായ ഒരു പ്രൊട്ടക്ഷൻ അറ്റ്ലീസ്റ്റ് ഡ്രസ്സിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് തലയിൽ ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന സമയത്ത് സെക്സ് തോന്നുന്നു പറഞ്ഞു. ആ സമയത്ത് ഇപ്പഴത്തെ ഹോർമോണിൽ പോലീസിന് ഓർമ്മ വരുന്നു സാർ പറഞ്ഞില്ല. ആ വിഷയത്തിൽ മാത്രം ഒരു ശാസ്ത്ര പഠനം നടന്നിട്ടുണ്ട്. ഒരു നടത്തിയ ശാസ്ത്രീയ പഠനം പറയുന്നത് വെച്ചാൽ 35% പുരുഷന്മാരും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ ആണെന്നാണ്. അവർക്കെല്ലാവർക്കും ഒരു കോൺസിക്വൻസ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അതുകൊണ്ട് 35% പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ്. എന്ന് വെച്ചാൽ കോൺസിക്വൻസുകൾ ഇല്ലെങ്കിൽ റേപ്പ് ചെയ്യും ഞാൻ, അതെന്ന് വെച്ചാൽ ഫോഴ്സ്ഫുള്ളി ഒരു സ്ത്രീയെ ഉപദ്രവിക്കും ഞാൻ എന്ന് പറയുന്നവരാണ് സൊസൈറ്റിയിലെ 35% പുരുഷന്മാർ. ആ സൊസൈറ്റിയിലാണ് നമ്മൾ ഇറങ്ങി ജീവിക്കുന്നത്. അവിടെ ഒരു മിനിമൽ